അസ്സലാമു അലൈക്കും. സാബീത്താന്റെ വീഡിയോസിലേക്ക് സ്വാഗതം. ഞാൻ സാബീത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് സാബീത്ത വന്നത് നമ്മളെ ഉസ്താദിനെ പറ്റി പറയാനാണ്. ഏത് ഉസ്താദ് നിങ്ങൾ മേലെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കങ്ങനെ എല്ലാ ഉസ്താദ് പറയുന്നതൊന്നും എനിക്ക് പിടിക്കലില്ല. കാരണം വെച്ചാൽ പല റീച്ചിനും വേണ്ടിയിട്ട് വിളിച്ച് പറയുന്നത് നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് നല്ലോണം അറിയാലോ. അപ്പോൾ എല്ലാവരും എനിക്ക് പിടിക്കലില്ല. പക്ഷേ ഈ ഉസ്താദ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾപ്പിക്കാനും അതിനുള്ള കാര്യങ്ങൾ പറയുവാനുമാണ് നിങ്ങളെ മുന്നിൽ വന്നത്. ഞങ്ങൾ ഇസ്ലാമിനെ താറടിക്കുകയും നമ്മളെ മതത്തിൽ, മുസ്ലിം മതത്തിൽ അങ്ങനെയാണ് സ്ത്രീകളെ അങ്ങേയറ്റം വെറും മണിയറയുള്ളൊരു സുഖത്തിന് വേണ്ടി മാത്രമാണ് പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്നതും പെണ്ണുങ്ങൾ ആവശ്യങ്ങളെന്നൊക്കെ അവരുണ്ട്. അങ്ങനെല്ലാം ഉള്ള കാര്യങ്ങൾ പറയാനാണ് വന്നത്. ഇത് നിങ്ങൾ തുടർന്ന് കേൾക്കണം. നല്ല സുഖം ഉണ്ടാവും നിങ്ങൾക്ക് കേൾക്കുകയും നല്ല കാര്യമായിട്ടുള്ളതാണ്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മണിവെല്ലം തൊട്ട് വെക്കുക, ലൈക്ക് അടിക്കുക. ഇത് കേൾക്ക്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ട കടമോൽക്കില്ല, നമ്മൾ നൽകേണ്ട കടമോൽക്കില്ല. പഴയ ആണുങ്ങൾക്കും അത് അറിയില്ല, പെണ്ണുങ്ങൾക്കും അറിയില്ല, അമ്മമാർക്ക് തീരെ അറിയില്ല. അവിടുത്തെ എല്ലാ കുണ്ടിയും പാറേണ്ടത് ഈ വന്ന മറുപടാണെന്നുള്ളവർക്കാണ് ഈ അമ്മയമ്മ ഉണ്ടാകുക. അതാണ് ഈ പെൺകുട്ടികളൊക്കെ അങ്ങനെ തീരുമാനിച്ചത്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഉസ്താദിന്റെ വീഡിയോ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മുസ്ലിങ്ങൾ എന്താണ് ഇത്ര മോശം? ഈ ഉസ്താദ് പറയണത് കണ്ടില്ലേ, ഈ പെണ്ണുങ്ങൾക്ക് ആകെയുള്ള ജോലി ഭർത്താവിന് ഈ ലൈംഗികമായിട്ട് സുഖിപ്പിക്കൽ മാത്രമാണ്. ഇങ്ങനെ വെറും ലൈംഗികതക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വർഗമായിട്ട് മാറി മുസ്ലിങ്ങൾ. നിങ്ങൾ ഈ സ്ത്രീകളെ വെറും ഇതിനു വേണ്ടി മാത്രം വരുന്ന ടോയ്സ് ആണ്. ഇങ്ങനെ ഭയങ്കര മോശമായിട്ട് ഇപ്പം പറഞ്ഞു. ഏത് ഉസ്താദാണോ ഇങ്ങനെ പ്രസംഗിച്ച ഒരാള്? നിങ്ങൾ ആ ഉസ്താദിന്റെ വീഡിയോ ഒന്ന് എനിക്ക് അയക്കാൻ പറഞ്ഞു. നോക്കുമ്പോ ഞാൻ ആ ഉസ്താദിനെ കണ്ടു ഞെട്ടി. നമ്മുടെ അബൂബക്കർ ഫൈസി ഉസ്താദ്, നല്ല അബൂബക്കർ ഫൈസി ഉസ്താദാണ്. അപ്പം ഇസ്ലാമിൻ്റെ അങ്ങനെ വെറും പെണ്ണുങ്ങൾ അങ്ങനെ സെക്സിന് മാത്രമല്ല, ഇസ്ലാമിൽ മുത്ത് നബിയും അല്ലാഹു തആല പറഞ്ഞ ഓരോ വാക്കുകളും അത്രമാത്രം വിലപ്പെട്ട വാക്കുകളാണ്. അത്രമാത്രം വിലപ്പെട്ട വാക്കുകൾ പ്രഖ്യാപിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ലോകം തന്നെ തകർന്ന് തരിപ്പിടമായി പോകുമായിരുന്നു. ഇന്ന് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇന്ന് സുഖസുന്ദരമായിട്ട് പുറത്തിറങ്ങാൻ കഴിയുന്നതും, പെണ്ണുങ്ങൾ സുഖസുന്ദരമായി ജീവിക്കുന്നതും, പെണ്ണുങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം തന്നതും നമ്മളെ മുത്തുനബിയും അള്ളാഹും തന്നെയാണ്. മുത്തുനബി പ്രഖ്യാപിച്ചത് തന്നെയാണ് ഇന്ന് കോടതി നിയമം വന്നത്. മുത്തുനബിയാണ് പണ്ടേ അത് പ്രഖ്യാപിച്ചത്. അതാണ് ഇന്ന് കോടതി നിയമത്തിൽ കൂടി നമുക്ക് വന്നത്. മനസ്സിലായിക്കില്ല നിങ്ങൾക്ക്? അത്രയും എനിക്ക് മുത്തുനബീൻ അള്ളാഹുവിനോട് സ്നേഹം പറഞ്ഞാലും ഐ ലവ് യു പറഞ്ഞാലും മതിയാകൂല. അത്ര മാത്രം നമ്മളെ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം, എങ്ങനെ നിൽക്കണം, എന്ത് പറയണം എന്ന് കക്കരുതേ, ചതിക്കരുതേ, നിങ്ങൾ പലിശക്ക് കൊടുക്കരുത്, പലിശ വാങ്ങരുത് എന്ന് പറയണ്ട, പണം കൊടുത്താൽ തിരിച്ചു കൊടുക്കണം എന്ന് പറയേണ്ട പല കാര്യങ്ങളും നമുക്ക് അല്ലാഹു തആല മുത്തുനബി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഈ ലോകം ഇന്ന് എങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് എനിക്ക് സ്നേഹം പറഞ്ഞാൽ മതിയാകുന്നവരോട്, മുത്തുനബീനോട്, അള്ളാഹുവിനോട് ഒന്ന് കേൾക്കുക. പ്രഭാഷണങ്ങൾ മാത്രം നടത്തുന്ന ഉസ്താദാട്ടോ. അപ്പൊ ആ ഉസ്താദ് ഇങ്ങനെ പ്രഭാഷണം നടത്തും. ഞാൻ ആ ഉസ്താദിന്റെ വീഡിയോ ഒന്ന് കണ്ടു. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ട കടമോൽക്കില്ല, നമ്മൾ നൽകേണ്ട കടമോൽക്കില്ല. പഴയ ആണുങ്ങൾക്കും അത് അറിയില്ല, പെണ്ണുങ്ങൾക്കും അറിയില്ല, അമ്മമാർക്ക് തീരെ അറിയില്ല. അവിടുത്തെ എല്ലാ കുണ്ടിയും പാറേണ്ടത് ഈ വന്ന മറുപടാണെന്നുള്ളവർക്കാണ് ഈ അമ്മയമ്മ ഉണ്ടാകുക. അതാണ് സത്യാണ്. മോള് നേരം വെളുത്ത് ഉച്ചയോളം കിടന്നു പറഞ്ഞാലേ ഇല്ല. മരുമക്കൾ രാവിലെ എണീക്കണം. രാവിലെ എണീച്ചിക്കില്ലെങ്കിൽ മരുമക്കൾ എണീച്ചിക്കില്ലെങ്കിൽ പ്രശ്നം, മരുമക്കളാക്കിയിക്കില്ല പ്രശ്നം, മരുമക്കൾ ഒരുത്തെ കുത്തിരിഞ്ഞ പ്രശ്നം. മക്കള്, സ്വന്തം മക്കൾ ഉച്ചയോളം കിടന്നുറങ്ങിയാലും സാരില്ല. ഇത് എൻ്റെ വടകര ജില്ലയിൽ തന്നെ ചില ഭാഗക്കാർ കേൾക്കേണ്ടിയുണ്ട് ഈ വിഷയങ്ങൾ. എൻ്റെ വടകരയിൽ തന്നെ ചില ഭാഗത്തുള്ള ആൾക്കാർ കേൾക്കേണ്ടതുണ്ട്. ഇത് പെൺകുട്ടികൾ നേരം ഉച്ചയാകുന്നവരെ കിടന്നുറങ്ങാം, മരുമക്കൾ പല ചെണീക്കണം, കുണ്ട കോരണം. ഐ ലവ് യു ഉസ്താദെ. ഈ ഉസ്താദിന് സ്നേഹമുണ്ട് എനിക്ക് പറയട്ടെ. പെൺകുട്ടികളൊക്കെ അങ്ങനെ തീരുമാനിച്ചതാണ്. പെൺകുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പണിയെടുക്കാനാണോ, എന്നെ അവിടെ നോക്കാനാണ് എന്നെ കെട്ടിയെന്നൊക്കെ പറഞ്ഞ ഈ സാധു അത് ഇപ്പൊ ആ കാലൊക്കെ പോയി. കാലം പോയി. വളരെ ശരിയാ ഉസ്താദെ. ഇന്നത്തെ പെൺകുട്ടികൾ തല തിരിച്ചു ചോദിക്കൂ. ഞങ്ങൾക്കറിയുന്ന കുട്ടികളുണ്ട് നമ്മളെ ഭാഗത്ത് തന്നെ. മനസ്സിലായോ? ഞാനും ജോലിക്ക് പോകും, ഭർത്താവും ജോലിക്ക് പോകും. അതുകൊണ്ട് ഭർത്താവും എൻ്റെ കൂടെ തന്നെ കിച്ചൻ്റെ അകത്തുള്ള പണിയെടുത്ത് രണ്ടാളും ഒരേപോലെ എടുത്ത് ഞാൻ ജോലിക്ക് പോകണം എന്ന് വരെ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയുമെന്ന് പറഞ്ഞ ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ മുന്നിലുണ്ട്. ഇന്ന് പെൺകുട്ടികൾ അങ്ങനെ കിട്ടൂല. അമ്മായിയമ്മക്ക് ചവിട്ടി ഉരക്കാനും കിട്ടൂല. ഞാൻ 2 മക്കൾ അമ്മായിയമ്മയാണ്. ആ അമ്മയാണ് നിങ്ങളുടെ ബെല്ല് വിളിക്കുന്നത്. വരൂ, നിങ്ങൾ വരൂ. എൻ്റെ പരിസരം മുഴുവനും, എൻ്റെ വള്ളിക്കാട് മുഴുവനും അന്വേഷിക്കും ഞാനും എൻ്റെ മരുമക്കൾ എങ്ങനെയാണെന്ന്. പെൺകുട്ടികളുടെ കടമ പത്തുള്ളിൽ പറഞ്ഞത് ഇഹ്ദാം ഉംറാത്തിൻ തോന്നുമ്പോ പെണ്ണിന് അങ്ങോട്ട് തീർത്ത് കൊടുക്കണം, ഓളെ അലക്കി കൊടുക്കണം, ചാങ്കടി ഉണ്ടാക്കി കൊടുക്കണം. കേട്ടില്ല?
അത് സത്യം കേട്ടാ. നമ്മളെ ഭാര്യക്ക് ഇങ്ങോട്ടേക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം, പിന്നെ ഇങ്ങോട്ടേക്കെല്ലാം ചെയ്തു തരണം. എൻ്റെ ഭർത്താവ് എന്നെ കെട്ടിയ മുതലേ എന്നോട് പറയലുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ ഭർത്താവ് മുത്തു നബിയും അള്ളാഹും പറഞ്ഞ ഒരുപാട് പഠിച്ചതാണ്. അതുകൊണ്ട് എന്നോട് പറയും, സാബി പിന്നെ മുത്തു നബി അങ്ങനെ ആശാ ബീവിക്ക് അങ്ങനെ ചെയ്തു കൊടുത്തിക്ക്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ഇവിടെ ഞാൻ 22 വയസ്സിൽ വേറെ താമസിച്ചല്ലോ, ആ സമയത്ത് എനിക്ക് എൻ്റെ തറവാട്ടിലുള്ള സമയത്തും ചെയ്യലുണ്ട്. കാരണം വെച്ചാൽ ഞാനും എൻ്റെ ഉമ്മയും മാത്രമാകുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് അന്നല്ല നമ്മളൊരു ചെറ്റ എന്ന് പറയുന്ന ഒരു കുളിമുറിക്ക് പകരം ഒരു ഓല കൊണ്ട് മറിഞ്ഞൊരു ചെറ്റ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ വാർപ്പിന്റെ ആക്കി മക്കളെ ആ ചെറ്റയിലേക്ക് എൻ്റെ ഭർത്താവ് എനിക്കും എൻ്റെ ഉമ്മക്കൊക്കെ കോരി വെള്ളം പിന്നെ ആ ചെറ്റയില് ആ കുളിമുറിയിലേക്ക്, ഇന്നത്തെ കുളിമുറി പണ്ട് ചെറ്റയാണ്, അതിലേക്ക് കൊണ്ടുപോയി വെച്ച് ചേർത്തുണ്ട് എനിക്കും എൻ്റെ ഉമ്മാക്കും എൻ്റെ ഭർത്താവ് എൻ്റെ പുരയിൽ വെച്ചിട്ട്. പിന്നെ 22ാമത്തെ വയസ്സിലാണ് ഞാൻ ഇവിടെ വേറെ താമസിക്കുന്നത്. ആ താമസിച്ച സമയത്തും എൻ്റെ ഭർത്താവ് അത്രയേ ഉണ്ടായാലുള്ളൂ, മനസ്സിലാക്കണം നിങ്ങള്. പിന്നെ 3-4 കൊല്ലം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. പിന്നെ പറഞ്ഞ എല്ലാം കൂടി ക്യാൻസൽ ആക്കിയിട്ട് ഇവിടെ നിപ്പിച്ച് 5.5 കൊല്ലം ഇവിടെ നിപ്പിച്ചിക്ക് ഞാൻ ജീവിതം കിട്ടേണ്ടിയിട്ട് മാത്രമാണ്. ഒരുപാട് പണം വാരിക്കൂടുന്ന മനുഷ്യനാണ്, ജീവിതം കിട്ടേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വരെയും പരിസരമൊന്നും എന്നല്ല ഇവിടെ ഉണ്ടാവുക. ഞങ്ങൾ ജീവിതം മാത്രം കൊതിച്ചിട്ടാണ് പണങ്ങൾ നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് വിട്ടത്. അല്ലാണ്ട് ഇവിടെ ലക്ഷപ്രഭു, വള്ളിക്കാട്ടിലെ ലക്ഷപ്രഭു ഞങ്ങളായിരിക്കുമായിരുന്നു. എൻ്റെ ഷെർഖാനെ ഞാൻ അന്ന് 5.5 കൊല്ലം നാട്ടിൽ നിപ്പിച്ചില്ലെങ്കിൽ ക്യാൻസലാക്കിയിട്ട് നിപ്പിച്ചതാണ്, ജീവിതം കിട്ടേണ്ടിട്ട് പോട്ടെ. അപ്പം എൻ്റെ ഭർത്താവ് എനിക്ക് എല്ലാ പണിയും ചെയ്തു തരും. എന്നിട്ട് ഞങ്ങളെ റോഡിൽ കൂടി പോകുന്ന ആൾക്കാർ പിന്നെ ചെന്ന് പറയും, കണ്ടാ സാബിറാന്റെ മാപ്പിള അടിച്ചു വാരുന്ന കണ്ടിന്, നിങ്ങൾ കണ്ടിക്കില്ല, റോഡ് സൈഡിൽ തന്നെയാണല്ലോ എൻ്റെ വീട്, അടിച്ചു വാരുന്ന കണ്ടിന്, തേങ്ങ ഒലിച്ചു കൊടുക്കുന്നു, നിലം തൂത്ത് വാരുന്ന്, പിന്നെ ബാത്റൂം തേച്ച് ചെയ്യുന്നു. ഇവിടെ വരുന്നവരും റോഡിൽ കൂടി പോകുന്നവരൊക്കെ കാണും. എന്നിട്ട് അങ്ങെല്ലാം ചെന്ന് പറയും. അപ്പൊ അതെന്റെ ഭർത്താവ് അങ്ങനെല്ലാം ചെയ്തു തരാണ്ട്. അതുകൊണ്ട് ഭാര്യമാർക്ക് എൻ്റെ ഭർത്താവ് പറയും, ഇങ്ങോട്ടാ അമ്മക്ക് ചെയ്തു തരേണ്ടത് എല്ലാം ഒന്ന്. ഇത്രയും കലിപ്പിച്ച മുത്തുനബീനി അള്ളാഹുവിനെയും നമ്മൾ ഭയപ്പെടണം, നമ്മൾ ഓർക്കണം, നമ്മൾ സ്നേഹിച്ച പോര മക്കളെ. അന്നേരം നിങ്ങൾ എന്നിട്ട് കഴിഞ്ഞ് തുള്ളിക്കളിക്കുന്നത്, തുള്ളിക്കളിയൊന്നുമല്ല, തുള്ളിക്കളിക്കുന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞത് നമ്മൾ പിന്നെ മറ്റുള്ള കാമപരാന്തന്മാരായ ആണുങ്ങളെ വലയിൽ പെട്ടുപോകുന്നതിനും, നമ്മളങ്ങനെ പുറത്തുനിന്നും മറ്റുള്ള രീതിയിലും തുള്ളിക്കളിച്ചാലും മാർവിടം കാണിച്ചാലും ശരീരം കാണിച്ചാലും അന്യ പുരുഷന്മാർ വന്ന്, അല്ലെങ്കിൽ കാമപരാന്തന്മാരെ ആണുങ്ങൾ വന്ന് നമ്മളെ പിച്ച് ചീന്തി ഗർഭിണിയാകി പോകുന്നുള്ള പേടി കൊണ്ടും നമ്മളെ ജീവിതം സുരക്ഷിതമാകേണ്ടിയിട്ടാണ് അള്ളാഹുത്താല നമ്മളോട് അങ്ങനെല്ലാം പറഞ്ഞത്. അല്ലാണ്ട് മാധ്യമത്തിൽ ഒന്ന് ഡാൻസ് കളിച്ചേനോ, ഒന്ന് ഇങ്ങനെ പറഞ്ഞേനോ, മുഖത്തൊട്ടാകെ ഇങ്ങനെ പേപ്പർ ഒട്ടിച്ചേനോ ഒന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലായെന്നൊരിക്കൽ മനസ്സിലാവും, എല്ലാത്തിലും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ പേടിക്കണം, നിങ്ങൾ അത്രമാത്രം പേടിച്ചില്ലെങ്കിൽ നിങ്ങൾ കൈവിട്ടു പോകും, നിങ്ങളെ ജീവിതം തകരും, എല്ലാം തകരും. അവിടെ ഉണ്ട് സൂക്ഷിച്ചു. ഇത് നിങ്ങൾ കേട്ടില്ല, തോന്നുമുതിരെ കേട്ടില്ല. അതായത് ഒരു പാർപ്പാരത്തികളൊക്കെ ഉള്ള പെരിയെന്നാണ് കെട്ടിയെങ്കിൽ, ഓളെ പെരിയില് എല്ലാ അടുക്കള പണിക്കും ആളെ വെച്ച പെരയാണ്. അവിടെ പോയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ പെരയും വെച്ചു കൊടുക്കണം. അതായത് നിങ്ങളത്തെ കായൽ നിങ്ങൾ ഇറങ്ങണം പണിക്ക്, ഓളത്തെ നിങ്ങൾ തിരുമ്പിട്ട് കൊടുക്കണം, ഓളെ മാക്സിം അതിന്റെ അടിയുള്ളതൊക്കെ. ഇതൊക്കെ വ്യക്തമായിട്ട് കിതാബിൽ പറയുന്നുണ്ട്, ആണെങ്കിൽ അറിഞ്ഞിരുന്നോളൂ. അതാണ് സത്യം പറയുന്ന പറഞ്ഞാല് എനിക്ക് യൂട്യൂബിൽ വരുന്ന ഒരുപാട് ഉസ്താദുമാർ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഒരുപാട് ഉസ്താദുമാരുണ്ട്, അല്ലോ അത്രമാത്രം ഓല ദിക്റ് സലാത്ത് ഖുർആന് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുത്ത് മാത്രം നടത്തുന്ന ചാനലുകാരുണ്ട്, വീഡിയോസുകാരുണ്ട്, ഉസ്താദുമാരുണ്ട്. പക്ഷെ ചില ഉസ്താദുമാർ നിങ്ങൾക്കറിയാലോ, മറ്റേ അവരെ സൈന്യക്കാർ പറയെന്ന് പറഞ്ഞ് പറയിപ്പിക്കണം, സൈന്യക്കാരെ പിന്നാലെ പോയിട്ട് അവർ പറയും പോലെ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന പല ഉസ്താദുമാരുണ്ട്. അവര് പോട്ടെ, അവരവരെ ബൈക്ക് വിട്ടേക്ക്, നല്ല ഉസ്താദുണ്ട്. പക്ഷേ ഈ ഉസ്താദിന്റെ നിനക്ക് അള്ളാണ് സത്യം വലിയ ഇഷ്ടപ്പെട്ട, ഐ ലവ് യു അബൂബക്കർ ഉസ്താദ്, ഐ ലവ് യു നിങ്ങളോട്. കാരണം വെച്ചാൽ അത്രമാത്രം നല്ല രീതി തമാശയിൽ കൂടിയും കാര്യത്തിൽ കൂടിയും ഒക്കെ പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടം. ഞാൻ ഉസ്താദ്മാരെ വീഡിയോസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷേ ഈ ഉസ്താദിന്റെ വീഡിയോസ് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല. ഈ ഉസ്താദ് ഈ ഫക്രുദ്ദീൻ ഫന്താവൂർ എന്നുള്ള വിശാൽ മീഡിയ ചാനൽ ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. ഓർ നല്ലതേ പറയുള്ളൂ. ഇനി എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓർ വേറെ വീഡിയോസ് തിരുത്തി പറയുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ അത് തെറ്റായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളോട് മാറ്റി പറയുകയും ചെയ്യും. നല്ലൊരു മനുഷ്യനാണത്. അപ്പൊ നിങ്ങളൊന്ന് കേൾക്ക്. അല്ല, ഓരോടെ ഓലതൊക്കെ ഓലെന്നെ തിരുമ്പലും കുളിച്ചലും വെച്ചുണ്ടാക്കലൊക്കെ വെച്ചെങ്കിൽ അങ്ങനെ പോട്ടെ നിൽക്കാം. എന്നാലും നിങ്ങൾക്ക് ഉണ്ടാക്കിയത് എന്റെ കടമയൊന്നും, അതൊക്കെ ഒരു സൗഹാർദ്ദത്തിലും സൽസ്വഭാവത്തിന്റെ ഭാഗമായിട്ടും ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞ വളരെ ശരിയാണ് ഉസ്താദെ.
അത് വളരെ ശരി. ഞാൻ എപ്പോഴും പറയും അങ്ങനെയാണ്. നമ്മളെ മരുമക്കളായാലും പിന്നെ നമ്മളെ ഭർത്താവിൻ്റെ ഭാര്യയാണല്ലോ ഞാൻ. അത് നമ്മളെ ആ മനസ്സുകൊണ്ട് നമ്മൾ അമ്മായിയമ്മേനെ നോക്കും, രാവിലെ എണീക്കും, ചായ കൊടുക്കും, കാച്ചും. അത് നമ്മളെ മനസ്സാലെ നമ്മൾ ചെയ്യും. നമ്മളൊരു പെണ്ണുങ്ങളല്ലേ, നമുക്ക് കിച്ചൻ്റെ അകത്തെ പണി തന്നെയല്ലേ കൂടുതലുള്ള, പുറത്ത് പോയിട്ട് ജോലി നമുക്ക് ചെയ്യണ്ടല്ലോ. അത് നമ്മളെ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യും. അല്ലാണ്ട് മരുമക്കൾക്കുള്ള കടമയാണത്, ഭാര്യമാരുടെ കടമയാണത്, അങ്ങനെയൊന്നും ഒരു ചരിത്രത്തിലും പറഞ്ഞിട്ടില്ല. ഐ ലവ് യു ഉസ്താദേ, ഐ ലവ് യു അബൂബക്കർ ഉസ്താദേ. ആള് പറയണ കുഞ്ഞിപ്പാക്ക, ഞാൻ എപ്പോ വന്നാലും എനിക്ക് ചോറ് കുളമ്പി തിരും നീച്ച് വരേണ്ടി വരും. ഞാനോട് വന്നാല് അതിനെ വാടക വാങ്ങി കൊടുക്കും. തിരക്കടൊന്നുമില്ല, അല്ല കുഴപ്പമൊന്നുമില്ല. അത് നിർബന്ധമൊന്നും ആക്കാൻ പാടില്ല, അങ്ങനത്തെ കടമയൊന്നും നൽകില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴേ, ഞാനത് അത്ര നല്ല ആളൊന്നും അല്ല കേട്ടോ, എന്നാലും എന്റെ രസം പറയാനേ, നല്ല മാവ് കൂട്ടി വെച്ചോളൂ, നല്ല അപ്പൊക്കെ ചൂടാൻ വേണ്ടിട്ട് ഇന്നൊക്കെ കൂട്ടിയിട്ടില്ലേ. പക്ഷെ ഓള് സുബേഷ് കഴിഞ്ഞാൽ കടന്നിറങ്ങിപ്പോയി. ഞാൻ എന്റെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോ ഇവളെപ്പോഴും ഉറങ്ങുകയാണ്. അപ്പൊ ഞാനവിടെ അവലുണ്ട് കൊട്ടനവര്, അതും കട്ടഞ്ചായ ഉണ്ടാക്കി പിടിച്ചാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഭയങ്കര പൊറുതിയായി ഞാൻ പോരാ, ഓള് നീച്ചു. ഞാനവിടെ ഉറങ്ങിയോട്ടെ. ഞാൻ വളരെ ശരിയാണ്. ഈ ഉസ്താദിന് എന്താ ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ അരിയത്ത് കിട്ടിക്കൊണ്ട് ഒന്ന് ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താ ചെയ്യണം എനിക്ക് അത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട അബൂബക്കർ ഉസ്താദെ. എന്താന്നാ, രാവിലെ എണീറ്റ് ഞാനും ഇങ്ങനെയാണ്. എൻ്റെ മരുമക്കൾ രാവിലെ എണീച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആരോടും പറയലില്ല. ഞാൻ കിച്ചൻ്റെ അകത്ത് പോയി ഇങ്ങളുടെ വീഡിയോസ് കാണലുണ്ടാവില്ല, ഒരു മുട്ട ആംപ്ലേറ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ തന്നെ ഒരു 10 ലറ്റം പരത്തിയിട്ട് ഞാൻ തിന്നു. അവരെണീച്ചാൽ അവരുണ്ടാക്കും ഇല്ലേ? അങ്ങനെ ചെയ്തൂടെ? നമ്മൾ തീരെ കിടക്കേന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള മരുമക്കളോ ഭാര്യയോ ഒന്നും അല്ലല്ലോ. ഞമ്മക്ക് ആരോഗ്യമില്ലേ? ആരോഗ്യം തീരെ കുറഞ്ഞ സമയത്ത് അവർ നമ്മളെ നോക്കും. ബാല്യകാലം നമ്മൾ അവരെ സ്നേഹിച്ചാലും അവരെ നോക്കിയാലും, അത് ഭാര്യ ആയാലും മരുമക്കളെ ആയാലും. ഉസ്താദെ, ഐ ലവ് യു ഉസ്താദെ. സ്നേഹത്തോടു കൂടി തമാശ രൂപത്തിലാക്കി പറഞ്ഞു തന്ന ഉസ്താദെ. സത്യം ഞാൻ വീഡിയോസ് ഇങ്ങനെ ഉസ്താദിനെ കൊണ്ട് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ലി കൊല്ലം ഞാൻ ചെയ്യൂലെന്ന് വിചാരിച്ച. പക്ഷെ ഈ ഉസ്താദിനെ കൊണ്ട് ചെയ്യാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. അത്ര ഉഷാറൊന്നുമല്ല കേട്ടോ. എന്നൊന്ന് അന്ന് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഞാൻ പറഞ്ഞ, ചിലപ്പോ ഞാൻ കുറുമ്പൊക്കെ കാട്ടും, ഓളും കെട്ടും കാട്ടും. കഴിഞ്ഞ ആഴ്ച എന്റെ പേര് അതും വളരെ ശരിയാണ്. ഉസ്താദ് അന്ന് വെച്ചിട്ട് കുറുമ്പ് കാട്ടാണ്ടും ദേഷ്യം പിടിക്കാണ്ടും മടി കൂടാണ്ടും ഒന്നുമില്ല. ഉസ്താദ് ഞമ്മക്ക് പുറത്ത് പിന്നെ അത് പോലീസ് ആയാലും വലിയ ആൾക്കാർ, നമ്മക്ക് പുറത്തുനിന്ന് വലിയ ആളാ. അകത്ത് വന്ന നമ്മള് ഉസ്താദാണ് അല്ലെങ്കിൽ വലിയ ഭാര്യയാണ്, അങ്ങനത്തെ ഒന്നുമില്ല. അത് നമ്മള് ഒരു സാധാ ഭാര്യയും ഭർത്താവും എന്ന നിലയിലല്ലേ നമ്മള് കുറുമ്പ് കാട്ടും മടി കൂടും. അത് ഉസ്താദ് എന്നെ കൊണ്ട് പറഞ്ഞതിലോട്ട് തുറന്ന് പറഞ്ഞ ഐ ലവ് യു ഉസ്താദെ. അല്ലാഹു തആല നിങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകട്ടെ. ഇതേപോലത്തെ നല്ല നല്ല പിന്നെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനും ചെയ്യാനും. സംഭവം അതാണ്. അപ്പൊ ഓൾക്ക് എന്തൊരു പൊറുതിയേടായി. ഞമ്മക്ക് എന്താ ഒരു കട്ടഞ്ചായും ഓരും പോരെ ഈ ക്ലാസ് എടുക്കാനൊക്കെ. പക്ഷെ ഭാര്യയൊക്കെ പൊറുതി കേടായി എന്ന് പറഞ്ഞാല് എന്തോ ഒരു വിഷമായി. കാരണം വെച്ചാൽ അബിലും തിന്നിട്ടല്ലേ പോയത്, അബിലും തിന്നല്ലേ പോയേ. ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞ ചായ ആക്കിയില്ലാലോ എന്നുള്ളൊരു വിഷമം അതുണ്ടാകും. അത് ഭാര്യയൊക്കെ ഉണ്ടാകും അല്ലേ? അതൊരു വിഷമം ഉണ്ടാകും. ഞാൻ തന്നെ രാവിലെ വിടുന്ന് പിന്നെ അവർ എണീക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് പോകേണ്ടി വരും. ഞാൻ എൻ്റെ അടുത്തുള്ളൊരു വീടിൽ നിന്ന് ഒരു ഉപ്മാവും ചായമായി കുടിച്ച് പോകും. അപ്പം പോകുമ്പോൾ എൻ്റെ മരുമക്കൾ അപ്പോഴത്തേക്ക് എണീറ്റ് വന്നിട്ടുണ്ട്. മരുമക്കളോട് ഉമ്മ ചായ കുടിച്ചിട്ട് പോകാലോ. ഞാൻ പറഞ്ഞു വേണ്ട മോളെ, ഞാൻ പുറത്തുനിന്നിട്ടും കഴിക്കാൻ എനിക്ക് പോകേണ്ടിയുണ്ട്, സമയം കുറേ ആയല്ലോ. അപ്പൊ അവർക്കൊരു പൊറുതികേട്, അല്ല ഉമ്മ ചായ കുടിക്കാണ്ടല്ലേ പോകുന്നത്. എനിക്കൊരു പൊറുതികേടുമില്ല, പക്ഷെ അവർക്കൊരു പൊറുതികേട്. അതെല്ലാം വളരെ ശരിയായി ഉസ്താദ് പറഞ്ഞു തരുന്നത്. അതൊരു പൊറുതികേട് ഉണ്ടാവും. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യല്. ഇനിയിപ്പോ എപ്പോഴൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വിളമ്പിയൊക്കെ തിന്നോക്കി. പിന്നെ എന്റെ ഒരു ഗുണം, എന്റെ പെണ്ണുങ്ങൾ പറയുന്ന ഒരു ഭക്ഷണത്തിന് കുറ്റം പറയില്ല. ടേസ്റ്റ് ആണെന്ന് വിശ്വാസം അല്ലാത്ത കടയുള്ളൂ. ഇനിയിപ്പോ അല്ല നിങ്ങൾ കാര്യം പറയാ ചോദിക്കുന്നോട് വളരെ മനസ്സിലാക്കി പോയോ, ഒരു കുറ്റം പറയാം. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആണ് ഭക്ഷണം നന്നായിട്ട് വരും. ഇപ്പൊ എന്റെ പെണ്ണുങ്ങള് ഭക്ഷണം ഉണ്ടാക്കിയാൽ ചിലവൊക്കെ ഉഷാറാന്നൊക്കെ പറയല്ലോ ചിലവര്. ഇപ്പൊ ഞാനതിന് പറഞ്ഞ കാരണം അതാണ്. നമ്മളിങ്ങനെ ഉഷാറല്ലെങ്കിലും ഉഷാറാന്ന് പറഞ്ഞത് അതങ്ങനെ ഉഷാറായി. ചെലപ്പില്ല, രസമില്ല, ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ വലിയടങ്ങാറായിട്ട് ഉണ്ടാക്കിയാണേ കാരണം. അതുമല്ല, ചിലപ്പോ നമ്മളൊരു വീട്ടിൽ ഞാനൊക്കെ പണ്ട് ചെയ്തതാണ്. പിന്നെയാണ് എനിക്ക് അന്നുണ്ടായത് വേറുള്ളടത്തുള്ള രസം. ശരിയാണ്. വളരെ ഇങ്ങനത്തെ ഇതിലുള്ള ഓരോ വാക്കുകളും വിലപ്പെട്ടതും അതെനിക്ക് കേൾക്കുമ്പം അത് സത്യാവസ്ഥയാണെന്നും വളരെ ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നിന്നത്. സത്യം കൊണ്ട് പറയുന്നത്. അപ്പം അവരുണ്ടാക്കുന്ന ഭക്ഷണം നന്നില്ല 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 എന്ന് പറഞ്ഞാൽ അത് നന്നില്ലാണ്ട് തന്നെ ആവുള്ളൂ. ടേസ്റ്റ് ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളും. പലരും പറയും നമ്മൾ കാണാൻ ഭംഗിയില്ല, ഞങ്ങൾക്ക് രോഗമാണ്, ഞങ്ങൾക്ക് പൈസ ഇല്ല. ഇന്നലെ ഞാൻ വലിയൊരു ഷോപ്പിൽ പോയപ്പം അവിടെ വെച്ചിട്ട് അവിടുന്ന് നിങ്ങളെല്ലാം നല്ല മുഞ്ചുള്ളല്ലേ, ഞങ്ങളൊരു ഗുണവും ഇല്ലാലും വീഡിയോസ് ഒന്നും ചെയ്യുമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് നിങ്ങളെ കുഴപ്പം.
നിങ്ങൾ മുഞ്ചില്ല, നിങ്ങൾക്ക് സുഖമില്ല, നിങ്ങൾക്ക് പൈസ ഇല്ല, ഇങ്ങനെ പറഞ്ഞ് നമ്മളെ തലച്ചോറും നമ്മളെ മൈൻഡും അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണാടി നോക്കിയാലെല്ലാം നമുക്ക് വിഷമം വരുള്ളൂ. മൊഞ്ചില്ല എന്ന് മൈൻഡ് അങ്ങനെ ആയിപ്പോയല്ലോ. അപ്പൊ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത് വളരെ ശരിയാണ്. ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കുമിൽ അത് ടേസ്റ്റ് ആയിട്ട് മാറി വരും. ഭക്ഷണം അവരുണ്ടാക്കും. ഐ ലവ് യു ഉസ്താദ്. ഇത് എൻ്റെ അതേ മനസ്സും അത് എൻ്റെ എന്നെ പോലെ തന്നെയുള്ള സംസാരവും എൻ്റെ അതേ മനസ്സുമുള്ള അബൂബക്കർ ഉസ്താദെ, ഐ ലവ് യു ഉസ്താദെ, ഐ ലവ് യു ഉസ്താദെ. ഒരു പൊടി പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടില്ല അത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മൂല്യന്മാർക്കുള്ള ചെലവല്ലേ, അത് വലിയ മോശം ഉണ്ടാവില്ലല്ലോ. അത് ഓരോട് വിവരം അറിയണ്ടോ? അതൊക്കെ പറഞ്ഞ് പെട്ട ആളാണ് ഞാൻ. അത് ഓള് പറയാം, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെലവുള്ള ഉഷാറാക്കണ ഓരോട് അറിയണ്ടോ? അവൻ ചോദിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എല്ലാം ഉണ്ട്, എല്ലാ അനുഭവങ്ങളും ഉണ്ട്. അങ്ങനെയൊന്നും ഓൾക്കൊരു കടമയൊന്നുമില്ല. ഭക്ഷണം ഉണ്ടാക്കലും ഓൾക്ക് ആകെയുള്ള ഒരു കടമ ഹദീസിൽ പറഞ്ഞത് എപ്പോ ശാരീരിക ബന്ധത്തിന് ഇവൻ ആവശ്യപ്പെട്ടാലും ഓള് തയ്യാറാവണം. അതും കട്ടകാലൊന്നുമില്ലാല് അല്ലെങ്കിൽ അവന് ഓക്ക് ഭയങ്കര കുറ്റമായിട്ടാണ് പറയാം. അവന്റെ വിരിപ്പിൽ അവന് ഇഷ്ടപ്പെടാത്ത ഒരാളെ പ്രവേശിപ്പിക്കരുത്. ഇത്രയ്ക്ക് കടമകളുണ്ടല്ലോ. തിരിച്ച് അങ്ങോട്ടുള്ള കടമ അതാണ് ഉസ്താദ് പറഞ്ഞ്. ഇതാണ് ഫക്രുദ്ദീൻ ഫന്താവൂർ സാറോട് മറ്റുള്ള ഏതോ ആൾക്കാർ പറഞ്ഞത്. നിങ്ങളെ മതത്തിൽ നിങ്ങളെ ഭാര്യമാർ വെറും ലൈംഗിക ആവശ്യത്തിന് മാത്രമാണെന്ന് പറഞ്ഞത് ഈ ഉസ്താദ് ഈ വാക്ക് പറഞ്ഞത് കൊണ്ടാണ്. ഐ ലവ് യു ഉസ്താദെ. ഉസ്താദ് പറയുന്നു നിങ്ങൾക്ക് ഭാര്യമാരായ നിങ്ങൾക്ക് ഒരേ ഒരു കൽപ്പനയേ ഉള്ളൂ. ഭർത്താക്കന്മാർ എപ്പം വിളിച്ചാലും നിങ്ങൾ അത് മണിയറ പങ്കിടാൻ വേണ്ടി കൊടുക്കണം. മണിയറയിലേക്ക് നിങ്ങൾ ചെല്ലണം. നിങ്ങളെ അല്ല അബൂബക്കർ ഉസ്താദിനോടല്ല, ഉസ്താദിനോട് എനിക്ക് പറയാൻ പറ്റൂല. അല്ല അത് ഓർ പറയുന്ന ഏരിയ നമ്മളെ ഇത്രയും മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ്, ഇത്രയും സഹായിച്ച് ഉസ്താദ് പറയും പോലെ എല്ലാം സഹായിച്ചു തരുന്നത്, എല്ലാത്തിനും നന്മ പറയുന്നത്, എല്ലാത്തിനും നമ്മളെ കൂടെ നിൽക്കുന്ന ഭർത്താവ് എപ്പം വിളിച്ചാലും നമ്മൾ പോകൂലേ? അല്ലേ? അത് സുഖമില്ലെങ്കിലും ഭർത്താവേ ഇതാ മണിയറ, ഇതാ നിങ്ങൾക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയും. അതുപോലത്തെ ഭർത്താവ് ഇപ്പം പറഞ്ഞതുപോലത്തെ ഭർത്താവാണെങ്കിൽ നമ്മൾ പോകും. അത് ഞമ്മക്ക് വയ്യല്ലെങ്കിലും തലവേദനയായാലും പനിയായാലും പോകും. പക്ഷേ ഇന്നത്തെ ഭർത്താക്കന്മാർ അങ്ങനെയാണോ? ഈ ഉസ്താദ് പറഞ്ഞതുപോലത്തെ ഭർത്താവാണോ? എങ്ങനെയാണ് പിന്നെ ഞങ്ങൾ മണിയറ അവർക്ക് ഒരുക്കി കൊടുക്കുക? അല്ലേ? ബാക്കി ഞാൻ പറയണം. ഇന്ന് കണ്ട പെണ്ണുങ്ങളെ നോക്കിയിട്ട് സുഖിക്കുക. ഇങ്ങക്കെന്ത് പണി ഇവിടെ മോന്തി വരെ, ഇങ്ങക്ക് അവിടെ മല മറിക്കുന്ന പണിയുണ്ടോ എന്നും ചോദിച്ച് അടിച്ചടിപ്പിലാക്കിയിട്ട് ഒരു നേരമെങ്കിലും ഒരു ഫുഡിന് നന്മ പറയാതെ, ഒരു നേരമെങ്കിലും നമ്മളോട് നല്ല ആവശ്യങ്ങളോ നല്ല ഗുണങ്ങളോ നമ്മളോട് പറയാതെ, നമ്മളെ എടുക്കുന്ന ജോലിന്റെ ഒരു പങ്ക് വരെ അവരൊന്ന് പങ്ക് വഹിച്ചാലോ വഹിക്കുകയോ ചെയ്യാത്ത ഭർത്താവിന് എങ്ങനെയാണ് നമ്മൾ മണിയറ ഒരുക്കി കൊടുക്കുക? എന്റെ മാത്രല്ല ഇത്, ഇന്നേത് ഭർത്താവ് അങ്ങനല്ല. പക്ഷെ ഉസ്താദ് പറഞ്ഞതുപോലത്തെ ഭർത്താവിന് സുഖമില്ലെങ്കിലും, അതാണ് നമ്മള് സുഖമില്ലെങ്കിലും അല്ലേ പെണ്ണുങ്ങളെ, അല്ലേ? സുഖമില്ലെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് മണിയറ ഒരുക്കി തരും. മണിയറ ഒരുക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. ഇപ്പൊ ഉസ്താദ് പറഞ്ഞു തന്നെ കാര്യം കേട്ടോ. സുഖമില്ലെങ്കിലും ഞങ്ങൾ മണിയറയിലേക്ക് വരും. പക്ഷേ ഉസ്താദ് ഇപ്പം പറഞ്ഞ പോലത്തെ ഭർത്താവായിരിക്കണേ. മനസ്സിലായില്ല? പിന്നെ എങ്ങനെയാ നമ്മൾ ഭർത്താക്കന്മാരെ വേറെ സ്ഥലത്തേക്ക് അയക്കുക? നമ്മൾ ഇത്രയും നല്ല ഉസ്താദ് ഇപ്പം പറഞ്ഞതുപോലത്തെ അത്രയും നല്ല ഒരു ഭർത്താവാണെങ്കിൽ എങ്ങനെയാ നമ്മളെ വേറൊരു അന്യപുരുഷന്റെ മുഖത്ത് നമ്മളോട് നോക്കി പോവുക? അല്ലേ? നോക്കൂ നമ്മള്? ഇല്ലല്ലോ. ഇത്രയും സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിൽ നമ്മളൊരു അന്യപുരുഷന്റെ മുഖത്ത് നമുക്ക് നോക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇന്ന് എങ്ങനത്തെ ഭർത്താവ് ഉണ്ടോ? ഉണ്ടാ. ഓക്കെ അബൂബക്കർ ഉസ്താദേ, നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഐ ലവ് യു സ്നേഹം. അല്ലാഹു തആല നിങ്ങൾക്ക് ഒരുപാട് കാലം ഇനിയും ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. സാബീത്ത ഇത്രയും നല്ലൊരു മൊയിലാറ് പറയുന്നത് ഇത്രയും ദിവസം നമ്മ ആളുകൾക്കായി ഞാൻ കേട്ടുക്കൂല്ല. ഞാൻ ഇത്രയും ഒരു നന്മ പറഞ്ഞിക്കൂല്ല. എനിക്കങ്ങനെ എല്ലാവരും വിളിക്കൂല. ഉസ്താദ് ഇപ്പം ഞാൻ പറഞ്ഞ അതേപോലെയും എൻ്റെ അതേ മനസ്സ് പോലത്തെ ഒരു ഉസ്താദ് ഐ ലവ് യു. ഉസ്താദിനും ഞമ്മക്കും എല്ലാവർക്കും ദീർഘായുസ്സാഫിയത്തും ആരോഗ്യം നൽകട്ടെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഓക്കെ മക്കളെ, ബൈ.